Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എനിക്കറിയുന്ന കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നേക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. കാരണം മിക്ക എക്സാംസും ഇപ്പം ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബാങ്കിൽ പോയാലോ ഹോസ്പിറ്റലിൽ പോയാലോ ഒക്കെ കുറേയൊക്കെ സ്ഥലത്ത് ഇപ്പം ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയെന്ന് വിചാരിക്കുക, നമുക്ക് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും അവർക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ സ്പെല്ലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സിലബിൾ എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു ക്ലാസ് മുൻപ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയില്ലാത്തതുണ്ടെങ്കിലോ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വേഗം പറഞ്ഞു തരാം എന്താണ് സിലബിൾ എന്ന്. അപ്പോൾ സിലബിൾ എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ എന്തുണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു വവൽ സൗണ്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ വവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം അല്ലെ. എ ഇ ഐ ഒ യു ഒക്കെയാണ് വവൽസ്. അപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ട്സ് അവിടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തിനെയാണ്, ഒരു വാക്കിന്റെ അങ്ങനെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ റാറ്റ് എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ഇത് എത്ര സിലബിൾ വേർഡ് ആണ്? റാറ്റ് എന്ന് പറയുന്ന വാക്കില് നമുക്ക് ഒരു വവൽ സൗണ്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു വേർഡ് 1 സിലബിൾ വേർഡ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം നമുക്കത് കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഒറ്റയടിക്ക് തന്നെയാണ് പറയാ, റാറ്റ് എന്ന് തന്നെയാണ് പറയാ, നമ്മളത് കട്ട് ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, ഒരു വവൽ സൗണ്ട് ആണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞ ക്രൈം. ഇത് എത്ര സിലബിൾ വേർഡ് ആണ്? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ക്രൈ, അതായത് ഫസ്റ്റ് സിലബിൾ ക്രൈ, സെക്കൻഡ് സിലബിൾ ഏതാണ്? ing. അപ്പൊ ഇതിൽ 2 വവൽ സൗണ്ട്സ് ഉണ്ട്, ക്രൈ എന്നുള്ളൊരു ഭാഗവും ഇങ് എന്നുള്ളൊരു ഭാഗവും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു വേർഡ് 2 സിലബിൾ വേർഡ് ആണ് എന്ന് പറയാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ ടൊമാറ്റോ. ഇതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? ടൊമാറ്റോ. അപ്പോൾ ഇത് എത്ര സിലബിൾ വേർഡ് ആണ്? 3 സിലബിൾ വേർഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പം അറിയാം എന്താണ് സിലബിൾ എന്ന് നമുക്കറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇംഗ്ലീഷില് ഐ യു വി ജെ ലെറ്റേഴ്സ് അല്ലേ? ഈ ലെറ്റേഴ്സ് എൻഡ് ചെയ്യുന്ന വാക്കുകൾ അധികം ഇംഗ്ലീഷിലില്ല. അപ്പൊ ഇവിടെ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? അതായത് ഇവിടെ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലെ വാക്കുകളിൽ ഒറ്റ വാക്കുകളുടെ അവസാനം ഐ യു വി ജെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ. അപ്പൊ എക്സെപ്ഷണൽ കേസസ് വളരെ കുറവാണ്. ഞാൻ മെജോറിറ്റി വേർഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ എക്സെപ്ഷണൽ കേസസ് ഉള്ളത് ഏതാണ്? നമ്മൾ വേറെ ഭാഷയിൽ നിന്ന് ബോറോ ചെയ്ത വാക്കുകളായിരിക്കും അത്. അതായത് നമ്മൾ കടമെടുത്തേക്കുന്നത് ഒന്നില്ലെങ്കിൽ സ്പാനിഷ്, ഇറ്റാലിയൻ, ജർമ്മൻ, അങ്ങനെ പല ഭാഷയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത വാക്കുകൾക്കായിരിക്കും അങ്ങനെ എക്സെപ്ഷണൽ കേസസ് ആയിട്ട് ഉണ്ടാവുക. ഞാൻ പറയുന്നത് മെജോറിറ്റി വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? മിക്ക ഇംഗ്ലീഷ് വാക്കുകളുടെ അവസാനം ഐ യു വി ജെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂ എന്നുള്ളൊരു വാക്ക്, അപ്പൊ ഇവിടെ എന്താണ് സ്പെല്ലിംഗ് വരിക? BLU എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്താ വായിക്കുക? ബ്ലൂ എന്ന് തന്നെയാണ് വായിക്കുക. അതിന് തൊട്ടപ്പുറത്ത് നമ്മളിപ്പോൾ എന്താ ആഡ് ചെയ്യുന്നത്? ഇ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. BLUE ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ പഠിച്ചു മിക്ക ഇംഗ്ലീഷ് വേർഡ്സിനും ഐ യു വി ജെയില് എൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് BLU കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഇ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഡൈ, DI എന്ന് എഴുതിയാൽ മതിയോ? ഇല്ല, നമ്മൾ പഠിച്ചില്ലേ ഇപ്പൊ ഐ വെച്ച് എൻഡ് ചെയ്യില്ല എന്ന് പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താ ആഡ് ചെയ്തു? ഇ ആഡ് ചെയ്തു. വേറൊരു എക്സാമ്പിൾ ഇഷ്യൂ. ISSU എന്താണ്? ISSU മാത്രമാണോ? അല്ല അല്ലെ, ISSUE ആഡ് ചെയ്തു. വേറൊരു എക്സാമ്പിൾ ആർഗ്യൂ. ARGU ആണോ? ഇ ഇല്ല എവിടെ?
അപ്പൊ ഈ ഒരു റൂള് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒരു വാക്കിന്റെ അവസാനം നമ്മൾ യു വെച്ചോ ഐ വെച്ചോ അല്ലെങ്കിൽ ജെ വെച്ചോ വി വെച്ചോ നമ്മൾ അവസാനിക്കില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് എക്സാമ്പിൾസും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ യു വെച്ചും അതുപോലെ തന്നെ ഐ വെച്ചും എൻഡ് ചെയ്യുന്ന വാക്കിന് ശേഷം നമ്മൾ ഈ ആഡ് ചെയ്തതാണ്. ഇനി നമ്മൾ വി വെച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. റിസർവ് എങ്ങനെ സ്പെല്ലിംഗ് വരാ? RESER വി കഴിഞ്ഞോ? ഇല്ല, ഇ ആഡ് ചെയ്യണം അവിടെ. റിസർവ്. ഹാവ് HAV ആണോ? അല്ല, HAVE ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ട്രൂയുടെ സ്പെല്ലിംഗ് എന്തായിരിക്കും? TRU ആണോ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? TRUE. വെരി ഗുഡ്. അടുത്തത് ഒരു പ്രൊനൗൺസിയേഷൻ ട്രിക്കാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഇപ്പൊ ഒരു വാക്ക് സിയിൽ തുടങ്ങുകയാണെങ്കിൽ, അതായത് സി അക്ഷരത്തിൽ തുടങ്ങുകയാണെങ്കിൽ ആ അക്ഷരത്തിന് ശേഷം ഇ ഐ അല്ലെങ്കിൽ വൈ വരികയാണെങ്കിൽ അവിടെ സിയുടെ സൗണ്ട് എന്താണ് വരുന്നത്? സ സൗണ്ട് ആണ്. എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ സി നമ്മൾ പറഞ്ഞു, സി കഴിഞ്ഞ് ഐ ഇ അല്ലെങ്കിൽ വൈ വരികയാണെങ്കിൽ നമ്മൾ സ സൗണ്ട് വരാ എന്ന് പറഞ്ഞു. അപ്പൊ സി ഐ വെച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? സിറ്റി, സിവിൽ. അവിടെയൊക്കെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ വരുന്നത്? സ സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ചില വാക്കുകൾ എഴുതുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നത് കാണാം. കെയിലാണോ തുടങ്ങുന്നത്, സിയിലാണോ തുടങ്ങേണ്ടത് എന്നൊക്കെ ഡൗട്ട് വരുന്നത് കാണാം. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെല്ലിങ്സ് എഴുതാൻ പറ്റും. അപ്പൊ സിയിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിലോ സെന്റർ, സെൻസർഷിപ്പ്. മനസ്സിലായില്ലേ? ഇനി സി വൈയിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിലോ സൈക്കിൾ, സൈക്ലോൺ. മനസ്സിലായോ? അപ്പൊ അവിടെയൊക്കെ സിയുടെ സൗണ്ട് സ സൗണ്ട് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ സിക്ക് ശേഷം ഇ ഐ അല്ലെങ്കിൽ വൈ അല്ലെങ്കിലോ അവിടെ സിയുടെ സൗണ്ട് വരാ ക സൗണ്ട് ആണ്. അപ്പോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. CLAY നമ്മൾ എന്ത് വായിക്കും? ക്ലേ. അവിടെ ക സൗണ്ടാ വരുന്നത്. മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ്? സി കഴിഞ്ഞ് എല്ലാണ് വരുന്നത്, അതുകൊണ്ടാണ്. കാർ, സി കഴിഞ്ഞ് എ ആണ്, അതുകൊണ്ടാണ് കാർ എന്ന് പറഞ്ഞത്. അതായത് ക സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് പല സമയത്തും കൺഫ്യൂഷൻസ് വരുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ കിഡ് എന്നുള്ളൊരു വാക്ക്. ഇപ്പൊ നിങ്ങൾ ഈ വാക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാന്ന് വിചാരിക്കേ. സിയിലാണോ തുടങ്ങുന്നത്, കെയിലാണോ തുടങ്ങുന്നത് എന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് നമുക്കറിയാം. സിക്ക് ശേഷം ഇ ഐ അല്ലെങ്കിൽ വൈ വരികയാണെങ്കിൽ നമുക്കറിയാം സ സൗണ്ട് ആണ് എന്ന് അറിയാം. അപ്പൊ കിഡ് എന്ന് പറയുന്ന വാക്കിന് സ്റ്റാർട്ടിങ്ങില് സി ആണോ കെ ആണോ എന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? CID എന്ന് എഴുതാ, KID എന്നും എഴുതി നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിക്ക് ശേഷം ഐ വരികയാണെങ്കിൽ സ സൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? സിഡ് എന്നാണ്. പക്ഷെ അതല്ലല്ലോ നമ്മൾ എഴുതേണ്ടത്, നമ്മൾ കിഡ് എന്നാണ് എഴുതുന്നത്. അപ്പൊ അവിടുത്തെ സ്പെല്ലിംഗ് എന്താണ്? KID, കിഡ് എന്നാണ്. ഇനി കൈറ്റ് എന്ന് എഴുതണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാന്ന് വിചാരിക്കും. സ്റ്റാർട്ടിംഗ് ലെറ്റർ സി ആണോ അതോ കെ ആണോ എന്ന് കൺഫ്യൂഷൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും എഴുതി നോക്കാം. CIT എന്ന് എഴുതി നോക്കാം, KIT എന്ന് എഴുതി നോക്കാം. അപ്പൊ CI അല്ലല്ലോ, കാരണം CI ആണെങ്കിൽ നമ്മൾ അവിടെ വായിക്കേണ്ടത് സൈറ്റ് എന്നാണ്. അപ്പോ എന്താണ് ആൻസർ? കൈറ്റ്. കെയിലാണ് തുടങ്ങുന്നത്, കൈറ്റ് എന്നായി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. CINNAMON ഇതെങ്ങനെ നമ്മൾ വായിക്കും? അപ്പൊ നമുക്കറിയാം സിക്ക് ശേഷം ഐ ആണ്, അപ്പൊ സ സൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കുക സിനമൺ. പട്ടേനെയാണ് കേട്ടോ നമ്മൾ സിനമൺ എന്ന് പറയാം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. വേറൊരു എക്സാമ്പിൾ CENTURY എങ്ങനെ വായിക്കും നമ്മള്? സെഞ്ചുറി. എക്സലന്റ്. പിന്നെ നമ്മൾ കുറെ വാക്കുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഖ സൗണ്ടിൽ അവസാനിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ കിക്ക്, പിക്ക്, സിക്ക് എന്നൊക്കെ വാക്കുകളില്ലേ. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കിക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ, സ്പെല്ലിംഗ് എഴുതുമ്പോൾ നമുക്ക് ഡൗട്ട് വരാം. KICK ആണോ KIK ആണോ എന്ന് ഡൗട്ട് വരും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഇന്ന് തീർക്കാൻ പോവാണ്. അപ്പൊ കിക്ക് എന്ന് പറയുന്ന വാക്കിലെ നമ്മൾ ശ്രദ്ധിച്ചോ എവിടെയാണ് വവൽ വരുന്നത്? എവിടെയാണ്? ഐ ആണ് വവൽ. അപ്പൊ നമ്മൾ എങ്ങനെയത് പറയുന്നത്? കിക്ക്. അവിടെ നമ്മൾ കീക്ക് എന്നല്ല പറയുന്നത്. അപ്പൊ അവിടുത്തെ വോവൽ എന്താണ്? ഷോർട്ട് വോവൽ ആണ്. അപ്പോൾ ഷോർട്ട് വോവൽ ഉള്ളിടത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? CK ആണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ എന്തായിരുന്നു? KIK ആണോ KICK ആണോ എന്നായിരുന്നു കൺഫ്യൂഷൻ. അപ്പൊ എന്തായി? അവിടെ ഷോർട്ട് വോവൽ ആയതുകൊണ്ട് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? CK ആണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ കുറെ വേർഡ്സുകൾ ഉണ്ട്. സിക്ക്, പിക്ക്,
ഇതിനൊക്കെ ശ്രദ്ധിച്ചോ, ഇവിടെയൊക്കെ നമ്മൾ CK ആണ് ആഡ് ചെയ്തത്. സിക്കിന് നമ്മൾ SIK എന്നല്ല എഴുതിയത്, അതുപോലെ തന്നെ പിക്കിന് PIK എന്നല്ലല്ലോ എഴുതിയത്. എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ ഷോർട്ട് വവലാണ്. അപ്പൊ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, വീക്ക് എന്നുള്ളൊരു വാക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്കില് നമുക്ക് ഷോർട്ട് വവൽ ആണോ? അല്ല, നമ്മൾ വീക്ക് എന്നല്ലല്ലോ പറയുന്നത്, വീക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? അവസാനം K ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, CK അല്ല. അപ്പൊ എന്താ അവിടെ നിന്ന് മനസ്സിലാവുന്നത്? ഷോർട്ട് വവലായ വേർഡ് ആണെങ്കിൽ, അതായത് ഖ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കിന് ഷോർട്ട് വവൽ ആണെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? CK ആണ്. ലോങ് വവൽ ആണെങ്കിലോ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് K ആണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ലീക്ക് എന്ന് പറയുന്ന വാക്ക് എന്തായിരിക്കും സ്പെല്ലിംഗ് വരാ? എന്താണ് വരാ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. LEAK ആണ് വരാ, CK അല്ല വരാ. എന്തുകൊണ്ടാണ്? അവിടെ ലോങ് വോവൽ ആയതുകൊണ്ടാണ് അവിടെ K നമ്മൾ ആഡ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്യൂല് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളിലെ എക്സാമ്പിൾ പറഞ്ഞ ക്വീൻ എന്നുള്ള വാക്ക്. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് എഴുതാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്കൊക്കെ തെറ്റിന്ന് വരാം. അപ്പൊ എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ക്യൂല് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണെങ്കിൽ എപ്പോഴും ക്യൂവിന് ശേഷം യു ഉണ്ടാവും. അതായത് ക്യൂവും യുവും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. ക്യൂവിന് ശേഷം എന്തായാലും യു ഉണ്ടാകും. എപ്പോഴാണ് ഒരു വാക്യ ക്യൂലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ക്യൂവിന് ശേഷം എപ്പോഴും യു ഉണ്ടാകും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാലോ. നമ്മൾ ആദ്യം പറഞ്ഞത് ക്വീൻ, ക്വിസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ക്വസ്റ്റ്യൻ. കണ്ടോ, ഇവിടെയൊക്കെ ക്യൂവിന് ശേഷം എന്തുണ്ട്? യു ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി ചില വേർഡ്സ് ഉണ്ട്, സിംഗുലർ വേർഡ്സിനെ നമുക്ക് പ്ലൂറൽ ആക്കണം എന്ന് വിചാരിക്കേ. എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ബസ് എന്നുള്ളൊരു വേർഡ്. അപ്പൊ ഇത് നമുക്ക് പ്ലൂറൽ ആക്കണമെങ്കിൽ എന്താണ് ബസ്സിന്റെ സ്പെല്ലിംഗ്? BUS ആണ്. അപ്പൊ പ്ലൂറൽ ആക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരാം, S ആണോ ES ആണോ എന്ന് ഡൗട്ട് വരാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ബസ് എന്നുള്ളൊരു വാക്കിന്റെ അവസാനം എന്താണ്? S ആണ്. അപ്പൊ ഇത് പ്ലൂറൽ ആക്കണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ S അല്ലെങ്കിൽ ES ആണ് ആഡ് ചെയ്യേണ്ടത്. നമ്മളവിടെ S ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സ്പെല്ലിംഗ് വരാ? BUSS എന്നാണ്. അപ്പൊ അതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ബസ് എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഒരു S എഴുതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ES ആണ്. അപ്പോ ക്ലാസ് എന്ന് പറയുന്ന വാക്കോ? ക്ലാസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്ലൂറൽ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? CLASS എന്നാണ് ക്ലാസിന്റെ സ്പെല്ലിംഗ്. അപ്പൊ ക്ലാസ്സിന് ശേഷം ഒരു S കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അല്ല. എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ES ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു വാക്കിന് അവസാനം S, SH, CH, X, Z ഈ അക്ഷരങ്ങളിലാണ് ഒരു വാക്ക് അവസാനിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ES ആണ്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? S, SH, CH, X, Z ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ES ആണ്. എക്സാമ്പിൾ പറഞ്ഞ ഫോക്സ് എന്താണ് സ്പെല്ലിംഗ് വരാ? FOX ആണ് സിംഗുലർ. പ്ലൂറൽ ആക്കണമെങ്കിലോ നമ്മൾ പറഞ്ഞു X ആണ് അവസാനമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ES ആണ് ആഡ് ചെയ്യേണ്ടത്. ഫോക്സസ്. മനസ്സിലായില്ലേ? ബുഷ് SH ആണ് അവസാനം. അപ്പൊ എന്താ ആഡ് ചെയ്യേണ്ടത്? ES ആണ് അവസാനം ആഡ് ചെയ്യേണ്ടത്. ബുഷസ്. ടാക്സ്, ടാക്സസ്. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജിയിൽ തുടങ്ങുന്ന ഒരു വാക്കാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ജിക്ക് ഗ സൗണ്ടും എപ്പോഴാണ് ജ സൗണ്ടും കൊടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോ ജിയിൽ തുടങ്ങുന്ന ഒരു വാക്കിനെ സെക്കൻഡ് ലെറ്റർ ആയിട്ട് EI അല്ലെങ്കിൽ Y ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ജിക്ക് കൊടുക്കുന്ന സൗണ്ട് ഏതാണ്? ജ സൗണ്ട് ആണ്. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞ GENTS എന്താ നമ്മൾ വായിക്കുക? ജെൻസ്. GERMS എന്താ വായിക്കുക? ജേംസ്. ഗേംസ് എന്നല്ലല്ലോ നമ്മൾ വായിക്കുക, ജേംസ്. GYM എന്താ നമ്മൾ വായിക്കുക? ജിം. മനസ്സിലായില്ലേ? ഇനിയപ്പോ ജിക്ക് ശേഷം EI അല്ലെങ്കിൽ Y അല്ലെങ്കിലോ അവിടെ ജിയുടെ സൗണ്ട് വരുന്നത് ഗ സൗണ്ട് ആണ്. മനസ്സിലായില്ലേ? എക്സാമ്പിൾ പറഞ്ഞ ഗൺ, ഗെയിം, ഗേറ്റ്. കണ്ടോ? ഇനി ഇതിലൊന്നും പെടാത്ത ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞ ഗേൾ, ഗെറ്റിംഗ്. ഇവിടെ ഗേൾ എന്ന് പറയുന്ന വാക്കില് GI ആണ് വരുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് എന്താണ്? ജേൾ എന്നായിരുന്നു വരേണ്ടത്. പക്ഷെ അത്
എക്സെപ്ഷണൽ കേസാണ്, അതുകൊണ്ടാണ് അവിടെ ഗേൾ എന്നും മറ്റേ വേർഡിനെ ഗെറ്റിംഗ് എന്നും പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതുപോലെ കുറേ ചെറിയ ചെറിയ ട്രിക്സുകൾ ഉണ്ട് സ്പെല്ലിങ്സ് ഒക്കെ ആലോചിച്ച് വെക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.